ഓപ്പൺ പോർസ് നല്ലതുപോലെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാനും അതുപോലെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ സ്കാർ ഇതിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ 100% റിസൾട്ട് കിട്ടും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം, എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിംസ്പേർ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ പോർസ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരിൽ കണ്ടറിയും ഭയങ്കരമായിട്ട് സ്കിൻ ഇച്ചിരി ഓയിലിയൊക്കെ ആയിരിക്കും. ഓപ്പൺ പോർസ് ഉള്ളവർക്ക് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവ് ഭയങ്കരമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്ന് കുറച്ച് ലൂസായിട്ടൊക്കെ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ നമുക്ക് സ്കാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹോം കെയർ ആയിട്ട് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല പാക്കുകളുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് നല്ല പാക്കുകളുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിൻ കെയർ പ്രോപ്പർ ആക്കിയേ പറ്റൂ. സ്കിൻ കെയർ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കുന്നതാണ്. എല്ലാവരുടെയും സ്കിന്നിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടുതലും നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഒരു അൺഈവണാണ്, പിഗ്മെൻറ്റേഷനാണ്, സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ ഒരുപാട് സ്കാർ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടും കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ സ്കിൻ കെയർ എന്ന് വെച്ചാൽ അത് വേറെന്തോ ഒരു മേക്കപ്പ് ചെയ്യണ പോലെയൊക്കെ ആണെന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നു, നമ്മളുടെ റൊട്ടീനെല്ലാം നമ്മൾ ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിയും, അതുപോലെ നമ്മൾ 3 നേരം ഭക്ഷണം, അതൊക്കെ നമ്മളൊരു റൊട്ടീനാണല്ലോ. അതുപോലെ ഒരു പാർട്ടാണ് നമ്മൾ സ്കിൻ കെയർ എന്നുള്ളത്. അതല്ലാതെ ഇതൊരു എക്സ്ട്രാ നമ്മൾ എന്തോ ചെയ്യുന്ന ഒരു സംഭവമേ അല്ല. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ചെറുപ്പം മുതൽ നമ്മൾ ഒരുപാട് പേര് ഈ സോപ്പ് വെറുതെ ഫേസിലേക്ക് സോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വൈറ്റനിങ് ക്രീമോ ഫെയർനെസ് ക്രീമോ ഇടും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ സ്കിന്നിന് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണെന്ന് വെച്ചാൽ പല ഡോക്ടേഴ്സിനെ പോയി കാണും. എന്നിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കും, എന്നിട്ടും ഒന്നും ശരിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നമുക്ക് എത്രയാണ് ഏജ്, നമ്മളുടെ സ്കിന്നിൽ പ്രശ്നം എന്താണ്, എന്നിട്ട് അതിൻ്റെ ഒരു റൊട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്ക് ഏത് ഏജിലും നമ്മളുടെ സ്കിന്നിന് ഉണ്ടാവില്ല. അത് 100% ഗ്യാരൻറ്റിയാണ്. അല്ലാതെ നമ്മൾ ഡെയിലി ഓൺലൈനിൽ കാണുന്ന ഓരോ പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യുക, ഇന്നൊരു പ്രൊഡക്റ്റ് 2 ദിവസം അതെടുക്കും, അയ്യോ പെട്ടെന്ന് റിസൾട്ടൊന്നും വന്നില്ല അത് മാറ്റുക, അങ്ങനത്തെ പരിപാടിയെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മളൊരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെ പതിയെ ഗ്രാജുവലി നമ്മളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഡെയിലി ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഡെയിലി ഓരോന്ന് കാണുന്നത് മേടിക്കുക, 4 ദിവസം ഒന്നെടുക്കുക, വേറെ 4 ദിവസം, അങ്ങനെയല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രൊഡക്റ്റ് ആരും തന്നെ മേടിക്കുകയും ചെയ്യരുത്. ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ്. നമ്മൾ കുറേ സംഭവങ്ങൾ മേടിച്ച് വെച്ചിട്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ, ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് അറിഞ്ഞാൽ പോലും ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാതെ ഒന്നും തന്നെ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്ത് വരാം. കാരണം ഇതിലെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് ആദ്യം അനലൈസ് ചെയ്യും വീഡിയോ കോൾ വഴി. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരും. 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഏത് ഏജിലാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റുക എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങളുടെ സ്കിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ക്ലിയർ സ്കിന്നാക്കി മാറ്റാൻ, അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതിനെല്ലാം മാക്സിമം കുറച്ചുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ തരാൻ വേണ്ടി പറ്റും. 3 months ആണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. കറക്റ്റായിട്ട് റൊട്ടീൻ നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രൊഡക്റ്റ് തന്ന് കറക്റ്റ് സ്കിൻ കെയർ ചെയ്യിപ്പിച്ച് നൈറ്റ് കെയർ, ഡേ കെയർ, അതുപോലെ നമ്മൾ ഓരോ സമയം നമ്മൾ എടുക്കേണ്ട പ്രൊഡക്റ്റ് ഇതെല്ലാം ഞാൻ പറഞ്ഞുതരും. ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും, ഡെയിലി ഞാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു 3 months നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് പോകുന്നുണ്ട്.
താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 5000 റുപ്പീസ് നമുക്ക് ഫീസ് ഉണ്ട്. അതെല്ലാം ചെയ്യാം. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഒരു 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഗൈഡൻസിൽ നിങ്ങൾക്കും വരാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം, ടാൻ, അതുപോലെ അൺഈവൺ, വേറെ എന്ത് ഡ്രൈനെസ്, ഇതെല്ലാം ആയിക്കോട്ടെ, എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് പ്രൊഡക്റ്റാണ് എനിക്ക് വേണ്ടത്, ഇതൊന്നും അറിയാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഓപ്പൺ പോർട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ കിച്ചണിലൊക്കെ ഉണ്ട്. വളരെ എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു സ്പൂൺ ഉലുവയെടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് നമുക്ക് കുതിർത്ത് വെക്കുക കേട്ടോ, വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നെക്സ്റ്റ്, അതായത് ഓവർനൈറ്റ് നമ്മൾ അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ മോർണിംഗ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഒരു നല്ല ടൈറ്റ് ആണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം കുറച്ചും കൂടി ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കണം മിക്സിയിലിട്ടൊന്ന് എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് ഓക്കെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുക്കുക. ദെൻ അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ നമ്മളുടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളുടെ ഈ ഒരു ഉലുവ മാത്രമായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അത് മാത്രമല്ല, ഉലുവയുടെ ആ വെള്ളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, അത് നിങ്ങൾ കളയരുത്. മോർണിംഗിൽ നിങ്ങൾക്ക് അത് കുടിച്ചാൽ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ടാവും. സോ അത് നമുക്കിതിൻ്റെ കൂടെ ആ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ കുടിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ ഡെയിലി നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ എന്തെടുക്കുന്നു, കടലമാവ് എടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ഇത് നമ്മൾ പാക്കായിട്ട് നമ്മളുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈവണായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ഒരു 10 to 15 മിനിറ്റിന് ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് മസാജ് ചെയ്ത് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. നല്ലൊരു മാറ്റം എന്ന് വെച്ചാൽ നമ്മളുടെ സ്കാറൊക്കെ കുറയാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് മാത്രം ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളുടെ സ്കിൻ കെയർ പ്രോപ്പർ ആക്കുക തന്നെ വേണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല ടൈറ്റ് ആവും. ഓപ്പൺ പോർട്സൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇത്രയും ഒത്തിരി കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. കാരണം അത്ര ഞാൻ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. സോ നല്ല ഒരു പാക്കാണ്. വളരെ ഈസി അല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലെ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു പരിഹാരമായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും കറക്റ്റായിട്ടൊരു നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ്. എന്തായാലും ചെയ്തിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഞാൻ എല്ലാ വീഡിയോസിലും വീണ്ടും പറയുകയാണ്, ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പ്രായമുള്ള ആൾക്കാരും എല്ലാവരും തന്നെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞെന്ന് വരും. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വീഡിയോസ് കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.